രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്ക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിയാൽ വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണോ അല്ലെന്ന് തന്നെ നമുക്ക് തോന്നും. വിശ്വാസികളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമോ? ഇത് വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റോമാലേഖനം എഴുതിയിരിക്കുന്നതിന്റെ ആരംഭ ഭാഗങ്ങളിലേക്ക് ചെന്നാൽ ഇത് സഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്, വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരായിട്ടുള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് ദൈവജനത്തിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പറയുന്നത് നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അടുത്തിരിക്കുന്നു. വിശ്വസിച്ചതാരാ? വിശ്വാസികളാ. നാം വിശ്വസിച്ചു എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. അപ്പൊ രാത്രിയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പകൽ നമ്മൾ മറ്റുള്ളവരെ കാണും എന്നുള്ളത് കൊണ്ട് കുറച്ച് മര്യാദയായിട്ടൊക്കെ നടക്കും. അതിൽ നിന്ന് തികച്ചും വ്യത്യാസമായിട്ടാണ് രാത്രിയിലെ നടപ്പ്. അതുകൊണ്ടാണ് പറഞ്ഞത് പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായിട്ട് നടക്കുക. വെറിക്കൂത്ത്, മദ്യപാനം, ശയനമോഹം, ദുഷ്കാമം ഇതെല്ലാം ദുർനടപടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങളാണെന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. വിശദീകരിക്കുന്നില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഒന്നാമത്തെ ഇതിനൊക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് വെറിക്കൂത്തുകളാണ്, രണ്ടാമത്തേത് മദ്യപാനം, മൂന്നാമത്തേത് ശയനമോഹം, നാലാമത്തേത് ദുഷ്കാമം, അഞ്ചാമത്തേത് പിണക്കം, ആറാമത് അസൂയ. അപ്പൊ അസൂയ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യമായിട്ടാ. ദൈവ കൃപയിലേക്ക് നമ്മൾ തിരിച്ചു വരാത്തിടത്തോളം കാലം നമ്മൾ ഏത് സഭയിൽ നിൽക്കുന്നെന്ന് പറഞ്ഞാലും ഏത് വിശ്വാസികളാണെന്ന് പറഞ്ഞാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് തന്നെയല്ല, കടുത്ത ദോഷം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. നമ്മൾ അത് അനുഭവിക്കുകയും ചെയ്യും. നമ്മുടെ പിള്ളേര് നമ്മളോട് ആ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു ചോദിക്കാനും തുടങ്ങും. അതുകൊണ്ട് നമ്മൾ മര്യാദക്കാരായിട്ട് ജീവിക്കുവാനും ജീവിതത്തിൽ സമൂലമായിട്ടുള്ള ഒരു മാനസാന്തരത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനും വിശ്വാസികൾ എന്ന ലേബലിൽ നിൽക്കാതെ യഥാർത്ഥ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാനും ഈ കാലങ്ങളിൽ ഒരു തിരിഞ്ഞുവരവ് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 14-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു മനുഷ്യന് ദഹനക്കുറവുണ്ട്. അയാൾ ആ രീതിയിലുള്ള ആഹാരം കഴിക്കുന്നു, വേറൊരുത്തിന് നല്ല ദഹനമുണ്ട്, അവൻ ആ രീതിയിലുള്ളത് കഴിക്കുന്നു. ഇതേ ഇവിടെ കാര്യമുള്ളൂ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്ന കാര്യം, അവൻ എന്ത് തിന്നാലും കുഴപ്പമില്ല. കുപ്പിച്ചില്ല് കടിച്ചു തിന്നാലും അവന് ദഹിക്കും. അതുകൊണ്ട് അവൻ എല്ലാം തിന്നുന്നു. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു. ബലഹീനനോ സസ്യാദികളെ തിന്നുന്ന അയാൾക്ക് ഈ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളയാളാണ്. എല്ലാ ആഹാരവും കഴിച്ചു കഴിഞ്ഞാൽ ആഹാരം അയാൾക്ക് ശരിയാം വിധത്തിൽ ദഹിക്കുകയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കുവാൻ കഴിയാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ കണ്ടുപിടിച്ച് ജീവൻ നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹം ഭക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. ദൈവവചനത്തിൽ ഈ കാര്യം എഴുതിയിരിക്കുന്നുണ്ട്, അതിന് ഗൗരവമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കുകയുമരുത്. അപ്പൊ ഇവിടെയുള്ള ഒരു വിഷയം എന്നാന്ന് വെച്ചാല്, എന്തും കയ്യിൽ കിട്ടിയാൽ കടിച്ചു തിന്നാൻ കഴിയുന്ന ആരോഗ്യമുള്ള ആള് വല്ലതുമൊക്കെ കടിച്ചു പറിച്ചു തിന്ന് ജീവൻ നിലനിർത്തുന്ന ആളുകളെ കുറ്റം പറയാനായിട്ട് പോകരുതെന്നും, ഇങ്ങനെ തിന്നാനായിട്ട് ഒക്കാത്തവനോ പെരുവയറും തിന്നാനായിട്ട് ജനിച്ചിരിക്കുക നീ ബലഹീനനായവൻ തിരിച്ചും പറയാൻ പോകരുതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്.
വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് സഭയിലായാലും ഭവനത്തിലായാലും വ്യക്തികൾ തമ്മിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരുവനെ പോലെ വേറൊരുവനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഓരോരുത്തരെയും ദൈവം വ്യത്യാസമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. എനിക്കറിയാവുന്ന ഒരു സ്നേഹിതനുണ്ട്. എന്റെ സ്നേഹിതരെ, അദ്ദേഹത്തിന്റെ നോട്ടവും ഭാവവും പടുതിയുമൊക്കെ കണ്ടാൽ ആ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ ആ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. ഇവരുടെ ഒന്നും ഭക്തി ശരിയല്ല, ഇവര് ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇവരുടെ സംസാരം ഒന്നും ശരിയല്ല, ഇവര് മറ്റുള്ളവരെ കൈക്കൊള്ളുന്നത് ഉൾക്കൊള്ളുന്നത് ഒന്നും ശരിയല്ല. എല്ലാം ഞാൻ ചെയ്യുന്നത് പോലെ വേണം, ഞാൻ മാത്രം പെർഫെക്റ്റാ, ഞാനാണ് ഈ സഭയെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവരാരും ദൈവത്തെ ശരിയാം വിധത്തിൽ ആരാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള എത്രയോ പേര് ഓരോ സഭകളിലുമുണ്ട്. ഞാൻ ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്ന് വിലയിരുത്താനും ഒന്നും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരല്പകാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തന്നപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും ക്രമീകരണത്തിലും ദൈവഭയത്തിലുമാക്കി മറ്റുള്ളവരെ സ്നേഹത്തോടും മറ്റുള്ളവരെ കരുതലോടും കൂടെ കാണുവാനുള്ള ഒരു വിശാലമായ മനസ്സുണ്ടായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മറ്റുള്ളവർക്കെതിരായിട്ട് ഈ ഉണ്ടാകുന്ന കമന്റുകളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് കഴിയുന്നിടത്തോളം മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുകയും അത് രഹസ്യമായി തന്നെ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഏറെ സമയം ഇരുന്ന് രഹസ്യമായി പ്രാർത്ഥിക്കുകയും നമ്മളോട് തന്നെ സംസാരിക്കുകയും ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം കർത്താവേ, ഞാൻ ഈ സംസാരിച്ചതിന് നീ അവിടുന്ന് ഇങ്ങോട്ട് തരുന്ന മറുപടി എന്താണെന്ന് നിശബ്ദമായിട്ട് അല്പസമയം ഇരുന്നൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സഭയിലെ നെടുന്തൂണാണെന്നോ സഭയിലെ മാന്യനാണെന്നോ അവര് ചെയ്യുന്നത് ആ കാര്യത്തിൽ തെറ്റാണെന്നും ഇവര് ചെയ്യുന്നത് ഈ കാര്യത്തിൽ തെറ്റാണെന്നുള്ള എല്ലാ ചിന്തയും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പുതുക്കം പ്രാപിച്ച ഒരു പുതിയ സൃഷ്ടിയായി തീരും. ചിലപ്പോൾ സഭയുടെ ശുശ്രൂഷകൻ പ്രസംഗിക്കും, വിസിറ്റേഴ്സായിട്ടുള്ള ശുശ്രൂഷകർ വരുമ്പോൾ അവര് പ്രസംഗിക്കും. ഏത് ഉപദേശി പ്രസംഗിച്ചാലും ഏത് ശുശ്രൂഷകൻ പ്രസംഗിച്ചാലും അവര് പറയുന്നതിനകത്തെ പോരായ്മ എന്താണെന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയിരുന്നിട്ട് ആ വാക്കിങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോൾ കാലേ ചൊറിഞ്ഞിട്ട് തമ്മിൽ ചിരിച്ച് പരിഹസിച്ച് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെ നോക്കുന്ന നിങ്ങളുടെ പെൺമക്കളും ആൺമക്കളും അപ്പുറത്തും ഇപ്പുറത്തും ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരാധനയ്ക്കായി വന്നിട്ട് പൊട്ടച്ചൊല്ലും കളിവാക്കുകളും പറഞ്ഞ് ചിരിക്കുകയും മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോൾ പരിഹസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞിട്ട് ഈ ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചിരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരായാലും സഹോദരിമാരായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവസഭയിൽ വന്നെങ്കിൽ പൂർണ്ണ ഗൗരവത്തോടെ നിങ്ങൾ അവിടെ ആരാധനയിൽ പങ്കുകൊള്ളണം. അവിടെ പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. പരിഹസിക്കാനും കമന്റ് അടിക്കാനും അഭിപ്രായം പറയാനും ഒന്നും അതിന് സമയമെടുക്കരുത്. ചില ആളുകളുടെ അടുത്ത് ഇരുന്നാൽ നമുക്ക് സഭയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും കേൾക്കാൻ പറ്റുകയില്ല. അവരവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും. സകല കാര്യങ്ങൾക്കും വീട്ടിൽ വെച്ച് പറയേണ്ടതും നാട്ടിൽ വെച്ച് പറയേണ്ടതും വെളിയിൽ വെച്ച് പറയേണ്ടതുമായ സകല കാര്യങ്ങൾ ഇവര് സഭയ്ക്കകത്തിരുന്നാണ് പറയുന്നത്. തമ്മിൽ വളരെയധികം ഹൃദയത്തിന്റെ ഭാരത്തോടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നീറുന്ന ദുഃഖിക്കുന്ന ഹൃദയവുമായിട്ട് വരുന്നവർ, തകർന്ന ഹൃദയവുമായിട്ട് വരുന്നവർ, ഈ ലോകത്തിന്റെ ഒരാശ്വാസം ഇവർക്ക് ആശ്വാസം കൊടുക്കാത്തപ്പോൾ ദൈവവചനത്തിൽ കൂടെ ശുശ്രൂഷയിൽ കൂടെ ആശ്വാസം ലഭിക്കുവാനായിട്ട് തേങ്ങുന്ന ഹൃദയവുമായി വന്നിരിക്കുന്ന ആളുകളുടെ അടുത്താണ് നിങ്ങൾ സ്ഥിരമായിട്ടിരുന്ന് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരമുണ്ട്, ഭാര്യയുടെ രോഗത്തെക്കുറിച്ചുള്ള നീറുന്ന പ്രയാസങ്ങളുണ്ട്, ജോലി പോയതിന്റെ കാര്യത്തെക്കുറിച്ച്, സാമ്പത്തിക വിഷയങ്ങൾ, നാളെ എന്റെ കുഞ്ഞിനെ എങ്ങനെ പഠിപ്പിക്കും, നാളെ എങ്ങനെ ഫീസ് കൊടുക്കും, നാളെ അതിന്റെ വിവാഹം എങ്ങനെ നടത്തും, ഇങ്ങനെയൊക്കെയുള്ള 100 പ്രശ്നങ്ങളുമായിട്ട് ഒരു സഭാഗോളിനകത്ത് ആശ്വാസം കിട്ടുവാനായിട്ട് വരുമ്പോൾ, അവിടെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ, എല്ലാ ആഴ്ചകളും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന നിങ്ങൾ ഇവർക്ക് ഏറ്റവും വലിയൊരു ശല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ 2-3 മണിക്കൂർ ഒരു ആശ്വാസത്തിന് വേണ്ടി വരുന്നത് അത് തീ കോരിയിടുന്ന അനുഭവമാക്കി തീർക്കരുത്.
നമ്മുടെ സന്തോഷം മാത്രമല്ല, മറ്റുള്ളവർക്കൊരാശ്വാസം കൂടെ ആയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. സഭാകോളിൽ വരുന്ന എല്ലാവരും നല്ല കോട്ടിട്ടത് കൊണ്ടോ നല്ല സാരി ഉടുത്തത് കൊണ്ടോ അവരുടെ മനസ്സിലെല്ലാം സന്തോഷമാണെന്ന് ആരും ധരിക്കരുത്. ഒരുപാട് പേർക്ക് പുറത്തു പറയുവാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്നേഹിതരെ. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക വിഷയങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, രോഗത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ ഞാൻ ഈ പറയാത്ത പട്ടികയിൽ വരത്ത വേറെ പല കാര്യങ്ങളും കാണും. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും സഭാകോളിനകത്ത് വരുന്ന നല്ല ഒരു ശതമാനം ആളുകൾ ദൈവശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയും അത് കേട്ട് സന്തോഷിച്ച് ഭവനങ്ങളിൽ പോകുന്നതിന് വേണ്ടിയും മാത്രം വരുന്നവരാ. ഇനിയെങ്കിലും സഭാകോളിനകത്ത് ശുശ്രൂഷ നടക്കുമ്പോൾ നിശബ്ദമായിട്ടിരുന്ന് അത് കേൾക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണം. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. നിന്നിട്ടില്ല, അത് നടക്കുവാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ട ഒരു കാലമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മുന്നിൽ എനിക്ക് ജീവിതം ഇനി അധികമില്ല എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉദിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സഭായോഗത്തിന് പോയപ്പോഴുണ്ടായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കഴിഞ്ഞകാല സഭായോഗ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുള്ളതിനെ ഒന്ന് അവലോകനം ചെയ്തു നോക്കണം. എനിക്ക് എന്നിൽ കൂടെ കുറെ ദൂരം പുറകിലേക്ക് സഞ്ചരിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും സഞ്ചരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ സന്ദേശം കേട്ടത് വിജയമായി. ഇല്ലെങ്കിൽ എന്റെ നേരെ നിങ്ങൾക്കൊരു വിദ്വേഷമുണ്ടാകും, ഇവനാരാ ഇതൊക്കെ പറയാനെന്ന്. അങ്ങനല്ല. ദൈവനാമത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ഞാൻ വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഏറ്റവും ആനന്ദമുള്ള ഒരു സമയമാണ് ഈ ആരാധനയ്ക്ക് വരുന്ന സമയം. ആ 2-3 മണിക്കൂർ എന്റെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് അവിടെ പറയുന്ന കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് എല്ലാ സമയങ്ങളിലും ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. അവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സ് മറ്റു പല മണ്ഡലങ്ങളിലേക്കും പോകാറുണ്ട്. എങ്കിലും വളരെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൊരാഗ്രഹമുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്റെ മനസ്സിനെ തിരിച്ച് ഞാൻ കൊണ്ടുവരും. പ്രിയമുള്ളവരെ, നമ്മൾ സഭാകോളിനകത്ത് സംസാരിക്കരുത്. ആരാധന നടക്കുമ്പോഴും പ്രത്യേകിച്ച് പ്രസംഗം നടക്കുമ്പോഴും ഒക്കെ സംസാരിക്കരുത്. സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വളരെ പ്രയാസം ചെയ്യുന്ന കാര്യമാണ്. അവരുടെ മനസ്സിലുള്ള ആ ദുഃഖം അവർ പുറത്തു പറയത്തില്ലെങ്കിലും ദൈവത്തോട് അവർ തേങ്ങി കരയും. നമ്മുടെ കരച്ചിൽ, നമ്മുടെ സന്തോഷത്തിന്റെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുന്ന ആ വിഷയവും അവരുടെ തേങ്ങിക്കരച്ചിലുമെല്ലാം ഒരുപോലെ ഒരാളിന്റെ കാതിലോട്ടാണ് ചെല്ലുന്നത്. അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പലപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ ജ്വലിച്ചിറങ്ങാതിരിക്കുവാൻ ദൈവസഭയിൽ നമ്മൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിക്കണം. നമ്മൾ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടവരാണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമുക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്റെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ, ഇന്ന് ഞാൻ അവയോടെല്ലാം വിട പറയുന്നു, ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു, എന്നെയും എന്റെ കുടുംബത്തെയും അവിടുന്ന് സഹായിക്കണമേ, എന്റെ സഭയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ, ആരാധനാ മധ്യേ ചിരിക്കുവാനും കളിക്കുവാനും ഒരിക്കലും എന്നെ അനുവദിക്കരുതേ, എന്റെ ഹൃദയം അവിടെ കേൾക്കുന്ന ശബ്ദം കേൾക്കുവാൻ വിധം ഒരുക്കമുള്ളതാക്കി തീർക്കണമേ. അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും ജന്നത്തിന്റെ അനുഭവത്തിൽ, മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ, ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ കൂട്ടിവരുത്തുമാറാകണമേ. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, താഴ്മയായി അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. തുടർന്നും ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങളോ ഗാനങ്ങളോ അനുഭവ സാക്ഷ്യത്തിന്റെ സിഡികളോ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താൽപര്യപ്പെടുന്നു എങ്കിൽ സിഡിയിൽ കാണുന്ന അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറിലോ samkuttimaman@yahoo.com എന്ന ഇമെയിൽ അഡ്രസ്സിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക. ടെലിഫോണിൽ ബന്ധപ്പെടുന്നവർ വൈകിട്ട് 5 മണിക്ക് ശേഷം വിളിക്കുക.